ഹലോ ഗൈസ്, ഞാൻ ഹബീബ്, ഞാൻ ബാദുഷ. വെൽക്കം ടു HB Reacts. ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ജോ ആൻഡ് ജോക്കും 18+ ശേഷം അരുൺ ഡി ജോസ് ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയാണ് ബ്രോമാൻസ്. അപ്പോൾ ഏകദേശം അതിലുള്ള ടീംസും പിന്നെ കുറച്ച് ഉള്ള പുതിയ കാസ്റ്റുകളും ഒക്കെ കാസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് റിയാക്ഷൻ ചെയ്യാൻ ശേഷം ബാക്കി സംസാരിക്കാം. ഹലോ ഹലോ ബിന്ദു അല്ലേ? അതെ, ഞാൻ ഷബീർ. ആ പറ ബ്രോ. അർജന്റായിട്ട് കൊച്ചിയിലേക്ക് ഒന്ന് വരാമോ? എന്തു പറ്റി? അത് പിന്നെ ഷിൻഡോ. ആക്സിഡന്റ് എന്തെങ്കിലും? അതൊന്നല്ല, അത് പിന്നെ ഷിൻഡോ. കാര്യം പറ ബ്രോ. ഷിൻഡോനെ കാണാനില്ല, ഒന്ന് പെട്ടെന്ന് വരാൻ പറ്റുമോ? കരിമരുതനെ മോഷണമാണിത്, മണ്ടവാദി ഇത് ചിന്തകളേറണം, തലതിരിയണ് എങ്ങോട്ട് പോകണ, കണ്ണിലാകെ ഒരു കൂരികളേറണം. അയ്യോ, ഇതെന്താ ഇങ്ങനെ? ഇവർ റൂം വൃത്തിയേടാക്കി വെക്കാറില്ലല്ലോ. ഈ ആളെ എപ്പം മുതലാ കാണാതായത്? 30-ാം തീയതി രാത്രി. ഐഷു, she was my everything. ആ തേച്ചു എന്ന് പറഞ്ഞു വേണ്ടില്ലേ ആയിഷു? അവളെ അറിയോ? അറിയാം. അതെ, എന്താ ഈ ഐശ്വര്യയുടെ ക്യാരക്ടർ ഒരു പ്രത്യേക ടൈപ്പ്. So funny. Jag går med in the minsta varning. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ട്. ഞാൻ ഹരിഹരസുധൻ, എത്തിക്കൽ ഹാക്കർ. ഒരു ലീഡ് കിട്ടിയിട്ടുണ്ടേ. എന്താ? ആരാണി കൊറിയർ ബാബു? ഇങ്ങനെ തല്ലിന്നല്ല അറിയാം നിനക്ക്. കുടവന്മാരാണ് കുടവന്മാര്. കണ്ണൂർ സ്കോട്ടിൽ മമ്മൂട്ടി പോലെ സാറിന്റെ ടീമിന് കൂർഗിലേക്ക് വിട്ടൂടെ? ഡേറ്റ് കൊള്ളാം, സ്മോക്കിംഗ് ഹോട്ട്. നല്ല ഒരു ഫൺ എൻ്റർടൈനർ ആയിരിക്കുന്നതാണ് പടം കണ്ടിട്ട്. മറ്റേ മുമ്പ് ചെയ്ത പോലൊക്കെ തന്നെ ആ ജനറൽ പടം നല്ലൊരു കോമഡി മൂവി തന്നെ ആയിരിക്കും. മുമ്പ് ചെയ്ത ജോ ആൻഡ് ജോ അത് നല്ല മൂവിയായിരുന്നു. കൊറോണ സമയത്തുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും ലവും ഒക്കെ ചേർത്ത്, ഫാമിലിയും ഒക്കെ ചേർത്ത് നല്ല രസമായിട്ടുള്ള പടമായിരുന്നു. അതുപോലെ തന്നെ 18+ സക്സസ് ആയ മൂവിയാണ്. അപ്പോൾ അതിന് ശേഷം വരുന്ന ഒരു പടം കൂടി ആകുമ്പോൾ പ്രതീക്ഷയുണ്ട്. ആ ഡയറക്ടറിൽ നല്ല പടങ്ങൾ ചെയ്തിട്ടുള്ള ഡയറക്ടർ ആയതുകൊണ്ട്. അപ്പോൾ ഇതും കണ്ടിട്ട് ട്രെയിലർ കണ്ടിടത്തോളം നല്ലൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ഫാമിലിക്കും എല്ലാവർക്കും ജോളിയായിട്ടിരുന്ന് കാണാൻ പറ്റിയൊരു കോമഡി എൻ്റർടൈനറിനായിരിക്കും എന്ന് തോന്നണം. പിന്നെ എക്സ്ട്രാ കാസ്റ്റ് ഉണ്ട്. അർജുൻ അശോകൻ, പിന്നെ മറ്റേ മാമൽ ഡേവിസ് ആയിട്ട് ചെയ്ത ആള് സംഗീതം വരും. പിന്നെ ഇവള് അവള് പേര് അഡെക്സിലുള്ള നായിക, അഡെക്സ് ജയ് ഗണേഷിലൊക്കെ ഉള്ളത്. ഇതില് നസ്ലില്ല. പിന്നെ മറ്റേവനുണ്ട്, പ്രേമലുവിലുള്ള JK ക്യാരക്ടർ ചെയ്ത. മറ്റേ ഇതില് ആർഡെക്സിലെ നായിക എന്ന് പറയുമ്പോ കാസർഗോഡാരിയാണല്ലോ. അപ്പൊ ഇതിലും കാസർഗോഡ് സ്ലാങ് പറയുന്നുണ്ട്, കുറച്ച് കേട്ടിരുന്നുണ്ടായാലോ. അങ്ങനെ നൈസായിരിക്കും. അത് വെറൈറ്റി സ്ലാങ് പിടിച്ചിട്ട് നല്ല രീതിയിൽ കോമഡിയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയ സംഭവിക്കും. എന്നാലും നല്ല പ്രതീക്ഷ ഉണ്ട്. കാരണം ഒന്നാമത് ഇപ്പൊ ഇന്ന് ഫെബ്രുവരി കൂടി ആയല്ലേ. ഇപ്പൊ അത് മാത്രമല്ല, ഫെബ്രുവരി 14 റിലീസ് അല്ലേ. നല്ല കുറെ പടങ്ങൾ വരാണ്ട്. കഴിഞ്ഞ വർഷത്തെ ഫെബ്രുവരി ഭയങ്കര സെറ്റപ്പ് ഫെബ്രുവരി ആയിരുന്നു. അവിടെ നിന്നാണ് കത്തി കയറിയത്. ബ്രഹ്മയുഗം, പ്രേമലു, മഞ്ഞുമ്മൽ ബോയ്സ്, പിന്നെ അതിൻ്റെ കൂടെ അന്വേഷിപ്പിക്കാൻ കണ്ടെത്തും. ഈ 4 പടങ്ങളാണ് മെയിനായിട്ട് ഭയങ്കര കളക്ഷൻ മാസം കൂടി ആയിരുന്നത്. അവിടെ നിന്നാണ് പിന്നെ കത്തിക്കയറി 100 കോടി
200, പിന്നെ ഒരു 100 കോടിയുടെ ഒരു ജൈത്രയാത്ര തന്നെയായിരുന്നു പറയാനാണ്. അപ്പോൾ ഈ ഫെബ്രുവരി അതുപോലെ ആവുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഈ പടം ഉണ്ട്, ബ്രൊമാൻസ് ഉണ്ട്, പിന്നെ ദാവീദ് വരുന്നുണ്ട്, പിന്നെ പിന്നെ വേറെ കുറച്ച് പടങ്ങളുണ്ട് ഫെബ്രുവരി തന്നെ റിലീസ് വരുന്നത്. തുടരും കൺഫേം ആയിട്ടില്ല. അത് ജനുവരി 30 റിലീസിന് വെച്ചതായിരുന്നു. പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ മാർച്ചിൽ എമ്പുരാൻ, അത് 27 ലാസ്റ്റ്. ബസൂക്ക കമ്മിങ് സൂൺ ആണല്ലോ, ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല. എന്തായാലും നോക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാല്ലേ? ഞാനൊന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.